മനസ്സിലായില്ല. നിങ്ങള് എന്താ ഉദ്ദേശിച്ചെന്ന് ഒന്ന് തെളിച്ച് പറയാമോ? അല്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അന്ന് നിങ്ങൾ രണ്ടുപേരും റിസോർട്ടിൽ വന്ന് കാര്യമായി അന്വേഷണം നടത്തിയതുകൊണ്ടല്ലേ കേസ് തെളിഞ്ഞത്. കിരൺ എന്താ ആലോചിക്കുന്നേ? നമ്മൾ ദുർഗയുടെ വീട്ടിലായിരുന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് വഴക്കും പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുമായിരുന്നെങ്കിലും നമ്മൾ അണ്ടർ കവർ ഓഫീസേഴ്സ് ആണെന്നുള്ള വിവരം ആരും അറിയുന്ന ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ അവസ്ഥ അതല്ല. ഓരോ ദിവസവും ഇവിടെ ഉള്ളവരിൽ ആരെങ്കിലും നമ്മളെ സംശയത്തിന്റെ മുൾമുനയിൽ കൊണ്ടെത്തിക്കും. ഇപ്പൊ പൂർണിമ ചേച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലോ എന്ന് ആശ്വസിച്ച് ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചതേ ഉള്ളൂ. കിരൺ എന്നെ പിന്നെയും ടെൻഷനാക്കാണോ? വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കണ്ട. നമ്മൾ രണ്ടുപേരും പറയാതെ ആരും നമ്മള് പോലീസാണെന്ന് അറിയാൻ പോകുന്നില്ല, കേട്ടോ? ഞാൻ ബാലസുബ്രഹ്മണ്യം. ആ, അടുത്തിടെ മാർട്ടിൻ മർഡർ നടന്ന റിസോർട്ടിന്റെ ഓണറാണ്. ഓ, അവിടെ സംഭവിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നത്. അതിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലേ? അതെ, ഞാൻ വന്നത് ഇവിടുത്തെ രണ്ടുപേര് വന്ന് റിസോർട്ടിൽ അന്വേഷണമൊക്കെ നടത്തിയിരുന്നില്ലേ, അവരെ ഒന്ന് കാണാൻ വേണ്ടിയാ. ആ, ഇവിടെ നേരെ വന്നേ. ഓ, വേറെ ആരാ? ആ ദുർഗയും കിരണം തന്നെയായിരിക്കും. അവരിവിടെ ഉണ്ട്. എന്തായിരുന്നു കാര്യം? അവരെ കണ്ട് നേരിട്ട് പറയാനായിട്ടാ ഞാൻ വന്നത്. ഇവരല്ലേ നിങ്ങൾ അന്വേഷിച്ചു വന്നത്? നമ്മള് പെട്ടു കിരൺ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഒന്ന് രക്ഷപ്പെട്ടു വന്നതായിരുന്നു. ഇയാളിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇയാൾ എന്തൊക്കെ പറയുമോ എന്തോ. നമസ്കാരം സർ. നമസ്കാരം മാഡം. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അതെ, ഇറങ്ങി ഓടിയാലോ? എന്താ സംഭവിക്കാൻ നോക്കാം. അത് വേണോ? നിങ്ങളോട് രണ്ടുപേരോടും ഞാനും എൻ്റെ സ്ഥാപനവും ഒരുപാട് കടപ്പെട്ടിരിക്കുക. നിങ്ങൾ രണ്ടുപേരോടും താങ്ക്സ് പറയാനാണ് ഞാൻ വന്നത്. താങ്ക്സ് പറയാം. ഞങ്ങളോട് എന്തിനാ താങ്ക്സ് പറയുന്നത്? അതുകൊള്ളാം. ഞങ്ങൾക്ക് ഇത്രയും വലിയ സഹായം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നത് കണ്ടോ? ഇതൊക്കെ സാറിന്റെ മഹത്വമാണ് സാറേ. മനസ്സിലായില്ല. നിങ്ങള് എന്താ ഉദ്ദേശിച്ചെന്ന് ഒന്ന് തെളിച്ച് പറയാമോ? അല്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അന്ന് നിങ്ങൾ രണ്ടുപേരും റിസോർട്ടിൽ വന്ന് കാര്യമായി അന്വേഷണം നടത്തിയതുകൊണ്ടല്ലേ കേസ് തെളിഞ്ഞത്. അതുകൊണ്ട് റിസോർട്ടിന് ചീത്തപ്പേരൊന്നും വരാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നൈറ്റ് പാർട്ടിയിലെ പ്രശ്നം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇഷ്യൂ ഉണ്ടാക്കിയേനെ. നിങ്ങൾ പറയുന്നത് ഇവര് റിസോർട്ടിൽ വന്ന് കേസ് അന്വേഷിച്ചു എന്നാണോ? അതെ, ഇവര് വന്ന് CCTV ക്യാമറയും പിന്നെ പൂളിന്റെ അവിടുത്തെ ഫിസിക്കൽ എവിഡൻസും ഒക്കെ കണ്ടെത്തിയതുകൊണ്ടാണല്ലോ പ്രശ്നം സോൾവ് ആയത്. അയ്യോ, അന്വേഷണം നടത്തിയത് ഞങ്ങളല്ല.
ഈ കേസിൽ പല്ലവി ഉൾപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന് പോലീസ് ടീമിന്റെ കൂടെ വെറുതെ നിന്നതേ ഉള്ളൂ. ആ. അന്വേഷണം എല്ലാം CA സാർ പറഞ്ഞിട്ട് അവരുടെ ടീമാ നടത്തിയത്. ഇദ്ദേഹം കുട്ടേട്ടനെ കണ്ട് തെറ്റിദ്ധരിച്ചതാവും. ഓ ഉം, ആ, ഉം. അതെ ആ. ദേ നോക്കേ, ഇതാണ് കുട്ടേട്ടൻ. ഇദ്ദേഹം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ? ആ ഉണ്ടായിരുന്നു. ആ, 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 അതെ. കുട്ടേട്ടൻ താമസിക്കുന്നതേ ഞങ്ങളുടെ വീട്ടില്. കുട്ടേട്ടന്റെ കൂടെ ഞങ്ങളും വെറുതെ വന്നേ ഉള്ളൂ. കുട്ടേട്ടനെ അഷിതയ്ക്ക് അറിയാം. ആ അറിയാം, അതിനെന്താ? ഓ അങ്ങനെയാണോ? ആ. അപ്പോ നിങ്ങൾ പോലീസിലല്ലേ? ഏയ്. ഞങ്ങള് പോലീസിലോ? ഞങ്ങൾ എങ്ങനെ പോലീസിലാവാനാ? ഞങ്ങള് സ്കൂൾ ടീച്ചേഴ്സ് അല്ലേ? നമ്മള് കുട്ടേട്ടന്റെ കൂടെ നടന്നതുകൊണ്ടേ തെറ്റിദ്ധരിച്ചതാ. അയ്യോ. കുട്ടേട്ടനാണ് പോലീസ്. ഇനി കിരൺ പോലീസിലെങ്ങാണോ ആണോ? ഇവരുടെ രീതിയിൽ കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടല്ലോ. ഇനി ഇവനെങ്ങാനും പോലീസിലാണെങ്കിൽ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. എന്നാലും നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇപ്പോഴെങ്ങും തീരില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ താങ്ക്സ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഓ ആയിക്കോട്ടെ. എന്നാ ശരി, വേറെ വേറൊന്നുമില്ല, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി. ആയിക്കോട്ടെ. ആ ശരി, ഓക്കെ. ആയിക്കോട്ടെ. എന്നാ നമുക്ക് പോവാല്ലേ? ആ. നാത്തൂനെ, എന്തോ കാര്യമായ ആലോചനയിലാണെന്ന് തോന്നുന്നു. എന്താ കാര്യം? ഗിരിജ, ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വലുത് നീ അറിഞ്ഞോ? എന്താ നാത്തൂനെ, എന്താ കാര്യം? സഹദേവന്റെ മോള് പല്ലവിയില്ലേ? ആ നരന്ത പെണ്ണല്ലേ? ആ അത് തന്നെ. അവള് എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങളുണ്ടാക്കി. എന്തു കുഴപ്പം? അതേക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. ചെറുതല്ലാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളാ.